ഇന്നത്തെ ഉമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവർ കാണേണ്ട ഒരു പാഠം ഇന്ന് മക്കളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന കാര്യത്തിൽ, അവർക്ക് വേണ്ടി അടുക്കളയിൽ കുറച്ച് പുക കൊള്ളുന്ന കാര്യത്തിൽ അറച്ചു നിൽക്കുന്ന, അതിൽ പ്രയാസം തോന്നുന്ന ഉമ്മമാരുണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണ്. പണ്ടത്തെ ഉമ്മമാരും ഇന്നത്തെ ഉമ്മമാരും തമ്മിലുള്ള, അത് പ്രായവ്യത്യാസമൊന്നുമില്ല, ഇന്നത്തെ ഉമ്മമാരും പണ്ടത്തെ ഉമ്മമാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ഉമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി ഓരോന്നും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു ആസ്വാദനമായിരുന്നു എന്നുള്ളതാണ്. ഒരു മോളുടെ മുടി ചീകി കൊടുക്കുക, അതിൽ പേനൊന്ന് എടുത്തു കൊടുക്കുക, മുടി കെട്ടിക്കൊടുക്കുക, മുടഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഒരു ആസ്വാദനമായിരുന്നു അന്നത്തെ ഉമ്മമാർക്ക്. അന്നത്തെ ഉമ്മമാർ അത് വളരെ ആസ്വദിച്ചിരുന്ന പ്രവർത്തനങ്ങളാണ്. അവർക്കൊരു പണിയായിരുന്നില്ല അത് അവർക്ക് പണി എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളാണ്. ഇത് അവർക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള ആസ്വാദ്യകരമായ കാര്യമായിരുന്നു. ഇന്ന് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ഒരു മകൾക്ക് വേണ്ടിയിട്ട് മുടി ചീക കൊടുക്കുക, പേൻ ചികഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ മുടി കെട്ടി കൊടുക്കുക, ഇതുപോലും ഇന്ന് പണിയായിട്ടാണ് ഇന്നത്തെ ഉമ്മമാർക്ക് അനുഭവപ്പെടുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ. പിന്നെ എന്താണ് അവർക്ക് ഇന്ന് ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം? മക്കൾക്ക് വേണ്ടിയുള്ളതും പണിയാണ്. അത് കഴിഞ്ഞ് സ്വന്തത്തിന് ആസ്വാദനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒറ്റക്കിരുന്ന് മൊബൈൽ നോക്കുക, സോഷ്യൽ മീഡിയയിൽ ചെയ്യുക, ഇതൊക്കെയാണ് ഇന്ന് മീ ടൈം എന്നാണ് ഇന്ന് അതിന് ആധുനികമായ ടേം, ആധുനികമായ പദം എന്ന് പറഞ്ഞാൽ മീ ടൈം. മീ ടൈം എന്ന് പറഞ്ഞാൽ ഒരാളും ഇല്ലാത്ത, ഒരു ബന്ധത്തിൻ്റെ നൂലാമാലയും ഇല്ലാതെ ഒറ്റക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതാണ് ഇന്ന് ഏറ്റവും ആസ്വാദ്യകരമായി, ഇന്ന് പരക്കെ ആസ്വാദ്യകരമായി കൊണ്ട് അനുഭവപ്പെടുന്ന കാര്യം. ഇത്